നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ ഓരോ ദിവസവും മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നേപ്പാൾ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളോട്, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള നേപ്പാളിന് സഹായവുമായി എത്തിക്കുന്ന മറ്റ് രാജ്യങ്ങളോട് നേപ്പാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എനിക്ക് ധനസഹായം തന്നാൽ മതി, രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു സഹായം അത് വേണ്ട എന്നാണ് നേപ്പാൾ പറയുന്നത്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ, അതായത് ഓരോ രാജ്യങ്ങളും അവരുടെ സേനാംഗങ്ങളെ നേപ്പാളിലേക്ക് അയക്കേണ്ടതില്ല എന്നാണ് നേപ്പാൾ ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും, അതായത് നേപ്പാളിനെ സഹായിക്കാനായി ഇറങ്ങിത്തിരിച്ച രാജ്യങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾക്ക് ശേഷിയുണ്ടെന്ന് ബാലൻ ഷായുടെ നേതൃത്വത്തിലുള്ള നേപ്പാൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ദുരന്തം തകർത്തെറിഞ്ഞ രാജ്യത്തെ പുനർജീവിപ്പിക്കാൻ സാമ്പത്തിക സഹായം ആവശ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കി. ബുധനാഴ്ച ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ നേപ്പാളിൽ കുറഞ്ഞത് 472 പേർ മരിക്കുകയും 1500-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ ചെളിയിലും അവശിഷ്ടങ്ങൾക്കിടയിലും തിരച്ചിൽ തുടരുമ്പോൾ പുതിയതായി രൂപപ്പെട്ട തടസ്സങ്ങൾ മൂലമുള്ള തടാകങ്ങൾ കൂടുതൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതിനിടെയാണ് സഹായ വാഗ്ദാനം നേപ്പാൾ നിരസിച്ചത്. സഹായത്തിനുള്ള വാഗ്ദാനം സ്വാഭാവികമാണ്. തങ്ങളുടെ സുരക്ഷാ ഏജൻസികൾ തന്നെയാണ് തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടത്തുന്നത്. തത്കാലം അത്തരം സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലോക് ബഹാദൂർ ഛേത്രി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ സഹായിക്കാൻ തങ്ങളുടെ സംഘങ്ങളെ അയക്കാൻ ഇന്ത്യ, ചൈന, US, UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ അഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ സൈന്യത്തെയും പോലീസിനെയും മറ്റ് ആഭ്യന്തര ഏജൻസികളെയും ആശ്രയിക്കാനാണ് നേപ്പാൾ തീരുമാനിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. നേരത്തെ പ്രളയബാധിതമായ പ്രദേശങ്ങളിലേക്ക്, അതായത് നേപ്പാളിലേക്ക് വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററിലായി 47.5 ടൺ അടിയന്തര സഹായ സാമഗ്രികൾ ഇന്ത്യ അയച്ചിരുന്നു. നേപ്പാൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുകയാണ്. കൂടാരങ്ങൾ, പുതപ്പുകൾ, മരുന്നുകൾ, ഭക്ഷണം, ജനറേറ്ററുകൾ, മറ്റ് ആവശ്യ വസ്തുക്കൾ എന്നിവ സഹായത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഗതാഗത ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനുമായി ബെയിലി പാലങ്ങൾ എത്തിക്കാനുള്ള നടപടികളും ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. ഇതിനിടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വിദേശ സഹായം വേണ്ട എന്ന് നേപ്പാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേപ്പാൾ സൈന്യത്തിന്റെയും പോലീസിന്റെയും ശുപാർശ പ്രകാരമാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും സമാനമായ അഭ്യർത്ഥനകൾ ലഭിച്ചിരുന്നുവെങ്കിലും അവ നിരസിക്കേണ്ടി വന്നു. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി കാഠ്മണ്ഡു പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത്. 2015-ലെ ഭൂകമ്പ സമയത്തുണ്ടായ അനുഭവമാണ് ഈ തീരുമാനത്തെ സ്വാധീനിച്ചതെന്നാണ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. അന്ന് നിരവധി വിദേശ രക്ഷാപ്രവർത്തക സംഘങ്ങൾ എത്തിയത് ഏകോപനത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് 2015-ലെ ഗോർഖ ഭൂകമ്പത്തിൽ നേപ്പാളിൽ 9000-ഓളം പേർ കൊല്ലപ്പെടുകയും 23,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു ഏകീകൃത സംവിധാനത്തിലൂടെ സാമ്പത്തിക സഹായം സ്വീകരിക്കാനാണ് നേപ്പാൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം സഹായം ലഭ്യമാക്കാൻ വിദേശത്തുള്ള തങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില രാജ്യങ്ങൾ ഇതിനകം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, പുനരധിവാസം, പുനർനിർമ്മാണം എന്നിവയ്ക്കുള്ള പിന്തുണയും മറ്റു ചില രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആപ്പിൾ CEO ടീം കുക്കും സംഭാവന നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക, UK, ലോകബാങ്ക് എന്നിവയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്.